ഹായ് എവരി വൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. ഞാൻ ഡോക്ടർ ബാസിൽ. എല്ലാവർക്കും അവരിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിന് അതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ടാകും, അല്ലേ? ഒരു കഥ ഉണ്ടാകും. അപ്പോൾ അതേപോലെ ഞാനും ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ് വന്ന് ഇവിടെ എത്തിയത് എങ്ങനെ എന്നുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ കോളേജ് അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു. അതെ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്കൂൾ പ്രായത്തിൽ നിന്നും ഒരു ഡോക്ടർ എന്ന് പേരിൻ്റെ മുന്നിലേക്ക് രണ്ട് അക്ഷരങ്ങൾ വരിക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ എൻ്റെ ജേണി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകളുടെ ആഗ്രഹമായിരിക്കും പേരിൻ്റെ മുമ്പിൽ ഒരു DR എന്ന് എഴുതുക എന്നുള്ളതൊക്കെ. ചെറുപ്പം തൊട്ടേ ആഗ്രഹമുള്ളവരുണ്ടാകും, അങ്ങനെ ആഗ്രഹമില്ലാതെ മറ്റു പല ജോലികളെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. എല്ലാവരും ഈ ഒരു ഭാഗം കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അല്ലാതെ എൻ്റെ കുറേ സ്റ്റോറി പറയുക എന്നുള്ളതിനപ്പുറത്ത് വേറെ ചില കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ പിന്നെ സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് തുടങ്ങി പിന്നെ CBSE സ്കൂളിൽ പിന്നെ ഒരു 3ാം ക്ലാസ് തൊട്ട് CBSE സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും, എല്ലാവരെയും പോലെ തന്നെയാണ് ഞാനും. ഒരു ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലാസ്സിൽ മുന്നിൽ വരും, അതല്ലെങ്കിൽ ഒരു ആവറേജ് അബോവ് ആവറേജ് ആ രൂപത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു സാധാരണ കുട്ടി തന്നെയായിരുന്നു ഞാനും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു സ്കൂൾ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ടീച്ചേഴ്സൊക്കെ ചോദിക്കാൻ തുടങ്ങും, അല്ലേ? നിങ്ങൾക്ക് എന്താവണം, ആരാവണം, ഭാവിയിൽ ആരാവണം, നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? ഈ ആഗ്രഹം ചോദിക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപാട് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് ആ സമയത്ത് വലിയ വലിയ ISROൻ്റെ റോക്കറ്റ് കാണുമ്പോൾ അങ്ങനെ ISROയിലെ സയൻറ്റിസ്റ്റ് ആവണം, അതുപോലെ തന്നെ സയൻറ്റിസ്റ്റ് ആവണം, റൈറ്റർ ആവണം, ഒറേറ്റർ ആവണം, ഇങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. ഓരോ ക്ലാസ്സിലും ഓരോ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ ഓരോ ആൻസേഴ്സ് ഞാനും പറയുമായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എനിക്ക് കുറച്ചും കൂടി ജേർണലിസം എന്ന് പറയുന്ന ഒരു കരിയറിനോട് വലിയ ഒരു താല്പര്യം തോന്നിയത്. കാരണം നമുക്കറിയാലോ, പത്രം വായിക്കുന്നത്, എനിക്ക് പത്രം വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. രാവിലെ പത്രം വന്നാൽ നേരെ ഓടിപ്പോയി അത് വായിച്ച് ഞാൻ ബാക്കിൽ നിന്ന് മുന്നിലോട്ടായിരുന്നു വായിച്ചു തുടങ്ങിയിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും ബാക്കിൽ ആ സമയത്ത് ആഗോള വാർത്തകളായിരുന്നു ഉണ്ടാവുക. അപ്പം അന്ന് ഇറാഖിൻ്റെ യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരുന്നു. അപ്പം ഏറ്റവും ബാക്കിൽ അതിൻ്റെ കുറേ വാർത്തകളുണ്ടാകും, അത് വായിക്കും. അതിനുശേഷം പിന്നെ വരെ സ്പോർട്സാണ്, സ്പോർട്സ് പേജ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, അല്ലേ? അപ്പോൾ അത് വായിക്കും. പിന്നെ അതിനുശേഷം ഇങ്ങനെ ബാക്കിൽ നിന്ന് മുന്നോട്ടായിരുന്നു ഞാൻ പത്രം വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പത്രം വായന അല്ലെങ്കിൽ പത്രത്തിൽ എഴുതുക, അതേപോലെ തന്നെ ആ സമയത്ത് ചാനലുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അതിനോടൊക്കെ വലിയൊരു രസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ വാർത്തകൾ ആളുകളെ അറിയിക്കുക, അതുപോലെ തന്നെ ഒരു ജേർണലിസ്റ്റ് ആയാൽ നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ കൊണ്ട് പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നതിൽ ജേർണലിസ്റ്റ് ആവാനാണ് ആഗ്രഹം എന്ന്. കുറച്ച് കാലം കുറച്ച് ഗൗരവത്തിൽ തന്നെ ജേർണലിസ്റ്റ് ആകാൻ ആഗ്രഹിച്ച് ഞാൻ എന്ത് ചെയ്തു, മുന്നോട്ട് പോയി. അങ്ങനെ ജേർണലിസം, സ്വാഭാവികമായിട്ട് ജേർണലിസത്തിന് ഒരുപാട് ലോകവിവരം വേണം, ഒരുപാട് എഴുതാൻ അറിയണം, വായിക്കാൻ അറിയണം, സംസാരിക്കാൻ അറിയണം. അതൊക്കെ ജനറൽ നോളജ്, പ്രത്യേകിച്ചും ഞാൻ ആ സമയത്ത് ഒരു ജനറൽ നോളജിൻ്റെ ഒരു പുസ്തകം, ഒരു റഫ് ബുക്ക് പോലെ ഒരു പുസ്തകം തന്നെ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. അതിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഓരോ സമയത്ത് നമ്മളിപ്പോൾ പത്രം വായിക്കുമ്പം അതിൽ ഇന്ന സമയത്ത് ഇന്ന കാര്യം നടന്നു, അല്ലെങ്കിൽ ഇന്ന ഒരു ലീഡർ ഇന്ന രൂപത്തിൽ സംസാരിച്ചു, അല്ലെങ്കിൽ ഇന്നൊരു യുദ്ധം തുടങ്ങി, ഇന്ന് ആ രൂപത്തിലുള്ള പല കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഓരോ സമയത്തും പത്രം വായിക്കുമ്പോഴാണെങ്കിലും അല്ലാത്ത വായനയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അപ്പം തന്നെ അതൊരു പോയിൻ്റായി GK ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കിൽ എഴുതി വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ രൂപത്തിലൊക്കെ ആയിരുന്നു എൻ്റെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് ഒരു 9ഉം 10ഉം ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്ത് എനിക്ക് 2 കാര്യങ്ങളാണ് എൻ്റെ സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ കരിയറിലേക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? അത് എനിക്ക് മാത്സ് നടക്കൂല എന്നുള്ളതാണ്. എനിക്ക് കണക്ക് പഠിക്കാൻ കഴിയൂല എന്നതായിരുന്നു ഒന്നാമത്തെ എൻ്റെ ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന രീതിയും, അതുപോലെ തന്നെ എൻ്റെ സ്കൂളിൽ ആ സമയത്ത് ഒരു മാത്സ് ടീച്ചർ, നല്ല മാത്സ് ടീച്ചറായിരുന്നു, അവർ പോയി. പിന്നെ അതിന് ശേഷം വന്ന മാത്സ് ടീച്ചർ സ്കൂള് ഒരു CBSE സ്കൂൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു. അതേപോലെ ഫിസിക്സ് ടീച്ചറും അതേപോലെ തന്നെ എന്ത് ചെയ്തു, പെട്ടെന്ന് പോയി. നല്ലൊരു ഫിസിക്സ് ടീച്ചറായിരുന്നു, പക്ഷേ പിന്നെ വേറെ ഒരു ടീച്ചർ വന്നു. അങ്ങനെയൊക്കെ ആയി ഫിസിക്സും മാത്സും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിലേക്ക്
മാറുന്ന ഒരവസ്ഥ അതിനുശേഷമുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഞാൻ തീരുമാനിച്ചൊരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് മാത്സ് നടക്കൂല, എനിക്ക് മാത്സ് പഠിക്കാൻ കഴിയൂല, മാത്സ് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല, എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റൂല എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ ഏതുവരെ ചോദിച്ചാൽ എൻ്റെ ഒരു ഓർമ്മ 10ാം ക്ലാസ്സിലാണ് നമ്മൾ ട്രിഗ്നോമെട്രി കാര്യമായിട്ട് വരിക അല്ലേ. അപ്പോൾ ട്രിഗ്നോമെട്രിയുടെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഞാൻ ആദ്യം തന്നെ കുറേ മുൻധാരണകളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്, അത് ടീച്ചേഴ്സും പറഞ്ഞു ആദ്യം തന്നെ ട്രിഗ്നോമെട്രി ടഫാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ പിന്നെ വേറൊന്നും ആലോചിക്കാനില്ലല്ലോ. അപ്പോൾ ട്രിഗ്നോമെട്രി ടഫാണെന്ന് എൻ്റെ മനസ്സിലുമുണ്ട്, ടീച്ചേഴ്സിൻ്റെ മനസ്സിലുമുണ്ട്. ഞാനിങ്ങനെ ടെക്സ്റ്റ് ബുക്കൊക്കെ വെറുതെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ടാന് കോഴ്സ് ഇതൊന്നും എൻ്റെ വഴിക്കേ നടക്കൂല എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് പഠിക്കാനും കഴിയില്ല. അങ്ങനെ ഒരു അനുഭവം എന്താ ചോദിച്ചാൽ ട്രിഗ്നോമെട്രിയുടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ നടത്തുന്ന ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് നടത്തുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ടെസ്റ്റിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു പനി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ മടിച്ചു കുത്തിരിക്കാൻ നോക്കി ആ പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ എൻ്റെ ഉപ്പ എന്നേക്കാളും വിളവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വിളവ് മനസ്സിലാക്കി എന്നെ എന്ത് ചെയ്തു, സ്കൂൾ ബസ്സൊക്കെ പോയെങ്കിലും എന്നെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ട്രിഗ്നോമെട്രിയുടെ ടെസ്റ്റ് എഴുതാൻ ക്ലാസ്സിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, വീണ്ടും എനിക്ക് തലവേദന കൂടി. അങ്ങനെ ട്രിഗ്നോമെട്രിയുടെ ടെസ്റ്റ് തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നും പഠിക്കാത്ത ഒരു ട്രിഗ്നോമെട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നമ്മൾ തല കറങ്ങുമല്ലോ. അപ്പോൾ തല കറങ്ങി വീണ്ടും സിക്ക് റൂമിൽ പോയി. അങ്ങനെ ട്രിഗ്നോമെട്രിയെ അത്രക്കും വെറുത്ത അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ്സിൽ ബോർഡ് എക്സാം എഴുതിയപ്പോഴും മാത്സിൽ ആ നിലക്ക് കുറച്ച് പ്രയാസമായിരുന്നു. ട്രിഗ്നോമെട്രി ഭാഗം തന്നെ എനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയ ഒരു ഭാഗമായിരുന്നു. അങ്ങനെ ഒരു മാത്സുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ചിന്ത എനിക്ക് നല്ല രൂപത്തിൽ വന്നു, മാത്സ് പഠിക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ പിന്നെ +1 +2ലേക്ക് എത്തിയപ്പോൾ കുറച്ചുകൂടി നല്ല ടീച്ചേഴ്സ്, നല്ല രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് വന്നതോടുകൂടി ആ ആറ്റിറ്റ്യൂഡ് മാറുകയും ചെയ്തു. +1 +2 സമയത്ത് നല്ല രൂപത്തിൽ തന്നെ അത് മുമ്പുണ്ടായിരുന്ന പ്രശ്നം പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചു. അങ്ങനെ +2ലേക്ക് വരികയാണെങ്കിൽ ഫുൾ മാർക്സ് തന്നെ എനിക്ക് മാത്സിൽ വാങ്ങാനും സാധിച്ചു. ഒരു നിലക്കും മാത്സ് നടക്കില്ല എന്ന് വിചാരിച്ചെടുത്ത് ടീച്ചേഴ്സ് ഒന്ന് മാറിയപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്തു, ഫുൾ മാർക്സ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, എങ്കിലും അങ്ങനെ ഫുൾ മാർക്സ് ഒക്കെ കിട്ടിയെങ്കിൽ കൂടി എൻ്റെ മനസ്സിൽ എന്തുണ്ട്, ഈ മാത്സ് ഇപ്പോൾ തൽക്കാലത്തേക്ക് +1 +2 മാർക്ക് വാങ്ങണമല്ലോ എന്ന നിലക്ക് പഠിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് ബയോളജി വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ ടീച്ചേഴ്സ് നല്ല രൂപത്തിൽ എടുക്കുമായിരുന്നു. അതേപോലെ ഒരു ഭാഗത്ത് മാത്സ് ഒരു ഭാഗത്തും ബയോളജി വേറെ ഭാഗത്തുമാണല്ലോ. അപ്പോൾ മാത്സ് എനിക്ക് നടക്കൂല എന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഏരിയ ഏതാണ്, ബയോളജിയാണ് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. ബയോളജി പൊതുവേ ബാക്കിയുള്ളവർക്ക് ടഫായ ബോട്ടണിയും ബാക്കി കാര്യങ്ങളടക്കം എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. 10ലാണെങ്കിലും അതുപോലെ തന്നെ +1ലും +2ലൊക്കെ ആണെങ്കിലും ബയോളജി ഞാൻ അടിപൊളിയായി പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ അത് ശ്രമിക്കാതെ തന്നെ നല്ല രൂപത്തിൽ തന്നെ എനിക്ക് നല്ല മാർക്കുകൾ കിട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ഏരിയ അങ്ങോട്ട് തിരിഞ്ഞു വരുന്നത്. ഒരു ഭാഗത്ത് മാത്സും ഫിസിക്സും ഇഷ്ടമല്ല, മറുഭാഗത്ത് ബയോളജി ഇഷ്ടമാണ് എന്ന ഒരു രീതിയിലേക്ക് ഞാൻ വരുമ്പോഴാണ് പിന്നെ നമ്മൾ +1 +2ലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി കരിയറിനെ കുറിച്ച് നല്ല രൂപത്തിൽ ആലോചിക്കും. ശരിക്ക് കരിയറിനെ കുറിച്ച് നല്ല രൂപത്തിൽ ആലോചിക്കേണ്ടതും പ്ലാൻ ചെയ്യേണ്ടതും +1 +2ലൊന്നും അല്ല, അതിന് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും. പക്ഷെ അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് അവിടെ വെക്കുക, ലിവ് ഇൻ ദ പ്രസൻറ്റ് അല്ലേ, നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഏതായാലും ഇപ്പോൾ കേൾക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രെജുഡൈസ്ഡ് മൈൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഏതെങ്കിലും ടീച്ചേഴ്സോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിനെ വെറുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഓക്കെ, അതായത് ഞാൻ ഒരു 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും മാത്സിനെയും ഫിസിക്സിനെയും എനിക്ക് പറ്റൂലാന്ന് തീരുമാനിക്കാൻ കാരണം ആ സ്കൂളിൽ അപ്പോഴുണ്ടായിരുന്ന ചെറിയൊരു ഒരു അവസ്ഥ കൊണ്ടാണ്. പക്ഷേ എൻ്റെ ജീവിതം തന്നെ പിന്നെ ആ മാത്സിൻ്റെ ഭാഗത്തേക്ക് എനിക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ എന്ത് ചെയ്തു, മാറി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ തീരുമാനിക്കുന്ന, നിങ്ങളിപ്പോൾ എടുക്കുന്ന ഡിസിഷൻസൊക്കെ ലോങ് റണ്ണിൽ ഫ്യൂച്ചറിൽ നിങ്ങളെ വലിയ രൂപത്തിൽ ബാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ബയോളജി വലിയ രൂപത്തിൽ ഇഷ്ടമായിരുന്നു. ബയോളജി എനിക്ക് അത്രയും ആവേശമായിരുന്നു പഠിക്കാൻ. അതൊക്കെ കണ്ടിട്ട് എൻ്റെ ബയോളജി ടീച്ചർ, ബോട്ടണി ടീച്ചർ രമ്യ മിസ്
+1 +2 എനിക്ക് ബോട്ടണി എടുത്തിരുന്ന രമ്യ മിസ് എന്നോടൊപ്പം പറയായിരുന്നു, നീ എന്തായാലും നിർബന്ധമായും പിന്നെ ഒരു ഡോക്ടർ ആവണം, നീ അത് എൻട്രൻസ് എഴുതണം, ഇപ്പം തന്നെ അതിന് പ്രിപ്പറേഷൻ തുടങ്ങണം എന്നൊക്കെ എന്നോട് പറയായിരുന്നു. അപ്പോൾ ആ നിലക്കുള്ള ഒരു പ്രോത്സാഹനം കൂടി ആയപ്പം സ്വാഭാവികമായും ഓർഗാനിക്കലി എൻ്റെ ഫീൽഡ് അത് മെഡിക്കൽ രംഗമാണ്. കാരണം എൻ്റെ പിന്നെ ഫാമിലിയിലാണെങ്കിലും എൻ്റെ ഉപ്പ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ആ രൂപത്തിലൊരു മെഡിക്കൽ ഫീൽഡിനോടുള്ള ഒരു പിന്നെ എക്സ്പോഷർ എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ നിലക്ക് പിന്നെ എൻ്റെ ഫീൽഡ് അതാണ് എന്ന് ഓർഗാനിക്കലി തീരുമാനിക്കപ്പെടുകയായിരുന്നു. ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫീൽഡൊന്നും വലിയ രൂപത്തിൽ നമ്മൾ ഇൻ്റലക്ച്വലി ആലോചിച്ചിട്ടൊന്നുമല്ല, നമ്മൾ പതിയെ ആ ഒരു ഫ്ലോയിൽ ഉണ്ടായി വരികയാണ് ചെയ്യുക. അപ്പോൾ ആ ഉണ്ടായി വരുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, അതിന് പഠിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. +2 ഒക്കെ ആ സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് ഇതിനു വേണ്ടി ട്രൈ എങ്കിലും ചെയ്യുന്നത്, എൻട്രൻസിന് വേണ്ടി ട്രൈ എങ്കിലും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെറിയ രൂപത്തിൽ ട്രൈ ചെയ്തുകൊണ്ട് കാര്യമില്ല മെഡിക്കൽ എൻട്രൻസിന് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, എനിക്ക് മൊബൈൽ നമ്പറുമാരിയുള്ള വലിയൊരു റാങ്ക് കിട്ടി. 20,000-ന് മുകളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഫസ്റ്റ് +2 കഴിഞ്ഞ ഉടനെ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ അത്രയും വലിയൊരു റാങ്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ, നല്ല രൂപത്തിൽ പഠിക്കണം എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഞാൻ പാലയിലുള്ള പാല ബ്രില്യൻറ്റിൻ്റെ എറണാകുളം ബ്രാഞ്ചിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടി യാത്രക്കൊക്കെ സുഖമായതുകൊണ്ടും കൂടി എറണാകുളം ക്യാമ്പസിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ പിന്നെ ഒരു വർഷം നമുക്കൊരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയും പിന്നെ സ്ട്രെസ്ഫുള്ളായ അത്രയും വലിയ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു രീതിയായിരുന്നു നമ്മൾ കണ്ടത്. നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാവരും പഠിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചത് അതാണ്, ഇത് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് +1 +2 സമയത്തെങ്കിലും ഇതിനു വേണ്ടി നന്നായി പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ തൊട്ടേ ഈ രൂപത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുന്നത് വെച്ചാൽ ഈ റിപ്പീറ്റ് അനുഭവം എന്നുള്ളത് വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് പഠനം എന്ന് പറയുന്ന അല്ലാതെ വേറൊരു ചിന്തയുണ്ടാവാൻ പറ്റൂല. ചിന്ത ഉണ്ടായാൽ പോയി കഴിഞ്ഞു, ഓക്കെ. നമുക്ക് വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണ്ട. കാരണം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും പഠിച്ചു. അപ്പോൾ റെഫറൻസ് റൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംവിധാനമുണ്ട്. അവിടെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ എടുക്കും, അതിൽ മുഴുവൻ MCQs ആയിരിക്കും. അതിങ്ങനെ ഇരുന്ന് ചെയ്യുക, ഇരുന്ന് പഠിക്കുക, ഇതന്നെയാണ് പണി. ക്ലാസ്സുകളേക്കാൾ റെഫറൻസിന് നമ്മൾ സമയം എത്ര കണ്ടെത്തുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ റിസൾട്ട് വരിക. അപ്പോൾ ആ രൂപത്തിൽ നിരന്തരം പഠിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിലും ബ്രില്യൻ്റിലാണെങ്കിലും എന്തുണ്ട്, വീക്ക്ലി ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ആ വീക്ക്ലി ടെസ്റ്റുകളിലൊക്കെ ആദ്യമൊക്കെ ഭയങ്കര പിന്നിലായിരുന്നു. അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ, പ്രധാനമായും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു. കാരണം മാത്സും ഫിസിക്സും എനിക്ക് പറ്റൂല. ആദ്യം തന്നെ ഞാൻ തീരുമാനിച്ചു, മാത്സ് പറ്റില്ല എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഫിസിക്സും പ്രോബ്ലംസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ആ രൂപത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈവൻ നിങ്ങൾ പിന്നെ ബയോളജി ഇഷ്ടപ്പെട്ട് മെഡിക്കൽ രംഗത്തേക്ക് പോകുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് മാത്സിനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം മാത്സ് ഒഴിവാക്കിയാൽ അത് ഇവിടെ അനുഭവിക്കും. അത് ഞാൻ നന്നായി അനുഭവിച്ചു. പ്രോബ്ലംസ് ചെയ്യാനുള്ള പ്രയാസം, പ്രോബ്ലംസ് ഒരു മാത്തമാറ്റിക്കൽ അബിലിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നീറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നീറ്റ് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രി അതിലുണ്ടാവാം. അപ്പോൾ ബയോളജി പൊതുവിൽ നമുക്കറിയാം NCERT ബുക്ക് അതേപോലെ അല്ലെങ്കിൽ ഫുള്ളി അത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ മിക്ക ആളുകളും എന്ത് ചെയ്യും, NCERT ഫ്രം കവർ ടു കവർ അത് കവർ ചെയ്യും. ഓക്കെ, അത് ഫസ്റ്റ് പേജ് മുതൽ അവസാന പേജ് വരെ എല്ലാം പഠിച്ച് തന്നെ എല്ലാവരും പോവുള്ളൂ. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അത് അങ്ങനെ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ബയോളജിയിൽ ഏകദേശം എല്ലാവർക്കും ഫുൾ മാർക്സ് ആയിരിക്കും. അത് ഫിക്സ്ഡ് ആണ്. 1-2 മാർക്ക് ചിലപ്പം, അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് തെറ്റിയാലായി, എന്നാലും ഓൾമോസ്റ്റ് ഫുൾ മാർക്കായിരിക്കും. പിന്നെ കെമിസ്ട്രിയും കമ്പാരിറ്റീവ്ലി അന്നൊക്കെ ഈസി ആയിരുന്നു. പിന്നെ അതേപോലെ പിന്നെ ഉള്ളത് ഫിസിക്സാണ്. അപ്പോൾ ആ ഫിസിക്സിൻ്റെ മാർക്കാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുക, നീറ്റിൻ്റെ റാങ്ക് നിശ്ചയിക്കാം. നീറ്റിൽ നിങ്ങൾക്ക് റാങ്ക് വേണോ, നിങ്ങൾക്ക് മുന്നിലോട്ട് എത്തണോ എന്ന് തീരുമാനിക്കുന്നത് ഫിസിക്സിലുള്ള മാർക്കാണ്. അപ്പോൾ അവിടെയാണ് എനിക്ക് പ്രശ്നം, മനസ്സിലായില്ലേ? എനിക്ക് ഫിസിക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യമായി ആ നിലക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ എത്തുന്ന അവസ്ഥയിലേക്കെങ്കിലും എത്താൻ എനിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ അനുഭവിച്ചൊരു കാര്യം അതാണ്, എൻ്റെ ഒരു മാത്സിനോടുള്ള ഒരു മെൻറ്റാലിറ്റി, ആ ഒരു പ്രെജുഡൈസ്ഡ് മൈൻഡ് കാരണം എനിക്ക് എന്ത് ചെയ്തു, അവസാനം റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് വരെ നന്നായി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് അവസാനം പിന്നെ നീറ്റ് കഴിയുന്നത്. പിന്നെ ആലപ്പുഴ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൽ പോയി അവസാനം അവിടുന്ന് ഡോക്ടറായി പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു ജേണി കഴിയുമ്പോൾ എൻ്റെ കോളേജ് അനുഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറ്റു വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു കോളേജിലേക്ക് എത്തുന്നവരെയുള്ള ജേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ സബ്ജക്റ്റുകളോടുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ നമ്മുടെ ചിന്ത, അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായി ആലോചിച്ച് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ അവസാനം എന്തായി, ഡോക്ടർ എന്ന് പറയുന്ന ഒരു 2 അക്ഷരം
പേരിൻ്റെ മുന്നിലായി അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റി കുറച്ച് കാലം. അതേപോലെ തന്നെ നിങ്ങളെയൊക്കെ ഈ നിലക്ക് അതിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചോദനം നൽകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എക്സാം ബൈ ലേണിങ്ങിനോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ വളരെ സന്തോഷം തന്നെയാണ്. ഏതായാലും ഈ കഴിഞ്ഞ ജേണിയിൽ നിന്നും എനിക്ക് മനസ്സിലായ ചില പാഠങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കഥയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ചെറിയ പ്രായത്തിലുള്ള നിങ്ങൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിച്ച് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു പാത്ത് നിങ്ങൾ കൃത്യമായി ആലോചിച്ച് എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും ആ രൂപത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.